ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ ബ്രെയിനിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറിയും PYQ ആണ്. അപ്പോൾ ബ്രെയിൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റം ഉണ്ടല്ലോ. ഈ നെർവസ് സിസ്റ്റത്തിനെ നമുക്ക് രണ്ട് പാർട്ടായിട്ട് വേണമെങ്കിൽ തിരിക്കാം. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റവും അതുപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റവും. ഇതിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് വരുന്നതാണ് നമ്മുടെ ബ്രെയിനും അതുപോലെ തന്നെ സ്പൈനൽ കോഡും വരുന്നത്. ഓക്കെ. അപ്പോൾ ബ്രെയിനിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്കെൽട്ടൽ സിസ്റ്റം പഠിച്ചപ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു ബ്രെയിനിനെ പൊതിഞ്ഞ് സൂക്ഷിച്ചിട്ട് ഉള്ള പ്രൊട്ടക്റ്റീവ് ലെയറാണ് സ്കൾ എന്ന് പറയുന്നത്. ബ്രെയിനിനെ പൊതിഞ്ഞ് സൂക്ഷിച്ചിട്ടുള്ള ബോണിന്റെ പ്രൊട്ടക്റ്റീവ് ലെയറാണ് സ്കൾ എന്ന് പറയുന്നത്. ഈ സ്കള്ളിനകത്ത് ഈ സ്കള്ളിനകത്ത് ബ്രെയിനിനെ ആവരണം ചെയ്തിരിക്കുന്ന ഈ പറയുന്ന ലെയറിനെ, ബ്രെയിൻ കവർ ചെയ്തിരിക്കുന്ന ആ ലെയറിനെ നമുക്ക് പറയുന്ന പേരാണ് ക്രേനിയൽ മെനിഞ്ചസ് എന്ന് പറയും. ക്രാനിയൽ മെനിഞ്ചസ് എന്ന് പറയും. ഓക്കെ, ക്രാനിയൽ മെനിഞ്ചസ്. ഈ ക്രാനിയൽ മെനിഞ്ചസിന് 3 ലെയറാണുള്ളത്. മൊത്തത്തിൽ 3 ലെയറാണുള്ളത്. അതിൽ ഏറ്റവും പുറമേത്തെ ലെയറിനെ നമ്മൾ ഡ്യൂറാമാറ്റർ എന്ന് പറയും. മിഡിൽ ലെയറിനെ അറാക്നോയിഡ് എന്ന് പറയും. ഉള്ളിലത്തെ ലെയറിനെ പിയാമാറ്റർ എന്ന് പറയും. ഓക്കെ. ദെൻ ഈ അകത്ത് കാണുന്നതാണ് ഈ പറയുന്ന ബ്രെയിൻ വരുന്നത്. ഓക്കെ, സ്കള്ളുണ്ട്. ദെൻ മെനിഞ്ചസിന് 3 ലെയറാണ് ഉള്ളത്: ഡ്യൂറാമാറ്റർ, അറാക്നോയിഡ്, പിയാമാറ്റർ. ഇതാണ് ബ്രെയിനിന്റെ നമ്മൾ പുറമേ ഉള്ള സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ അകത്ത് ഓരോരോ പാർട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ആ പാർട്ടും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ബ്രെയിനിനെ 3ആയിട്ട് തിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിലെ പോർഷൻസിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഒന്നാമത്തെ പറയുന്ന പേരാണ് നമ്മുടെ ഫോർ ബ്രെയിൻ എന്ന് പറയും. എന്തെന്ന് പറയും? ഫോർ ബ്രെയിൻ എന്ന് പറയും. ഫോർ ബ്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഇതാ ഈ ഒരു റീജിയൺ ആണ് ഫോർ ബ്രെയിൻ ആയിട്ട് വരുന്നത്. ഇതിപ്പോൾ നിങ്ങളുടെ NCERT +1 ഓർ +2 ബയോളജീൻ്റെ അകത്ത് വരുന്ന ഫിഗറാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. ഇതാണ് ഫോർ ബ്രെയിൻ വരുന്നത്. ഓക്കെ. ദെൻ മിഡ് ബ്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ തൊട്ട് താഴെയായിട്ട് ഏകദേശം ഇത്ര ഉള്ള ഒരു പോർഷനിൽ വരുന്നതാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് പോർഷനേ ഉള്ളൂ. ദെൻ അത് കഴിഞ്ഞിട്ട് ഹിൻഡ് ബ്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ദെൻ ഇവിടെ കോളിഫ്ലവർ കമത്തി വെച്ചിരിക്കുന്ന പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഇതൊക്കെയാണ് മിഡ് ബ്രെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഫോർ ബ്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ മിഡ് ബ്രെയിൻ ഉണ്ട്, ഹിൻഡ് ബ്രെയിൻ ഉണ്ട്. ഫോർ ബ്രെയിനിൽ ഉള്ള പാർട്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. തലാമസിന്റെ താഴെയാണ് ഹൈപ്പോതലാമസ്. ദെൻ ഈ പറയുന്ന നമ്മുടെ ഹൈപ്പോതലാമസിനെ അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തും കാണാൻ പറ്റും? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. നമ്മൾ ഗ്ലാൻസിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെയൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മിഡ് ബ്രെയിൻ ഉണ്ട്. അതിന്റെ താഴെ കാണുന്ന നിങ്ങൾക്ക് പോർഷൻ ആണ് ഇതെന്ന് പറയുന്ന മിഡ് ബ്രെയിൻ. ദെൻ മിഡ് ബ്രെയിനിന് താഴെയായിട്ട് ഹിൻ ബ്രെയിനിൽ വരുന്നതാണ് പോൺസ്, സെറിബെല്ലം, മെഡുല. പോൺസ്, ദെൻ സെറിബെല്ലം, മെഡുല. ഓക്കെ. അപ്പോൾ പോൺസ്, സെറിബെല്ലം, മെഡുല ഇതാണ് നമ്മുടെ ബ്രെയിനെ എന്ത് ചെയ്തിരിക്കുന്ന ഫോർ ബ്രെയിൻ എന്നും മിഡ് ബ്രെയിൻ എന്നും ദെൻ ഹിൻ ബ്രെയിൻ എന്നും പറഞ്ഞ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഓരോന്നുമായിട്ട് നോക്കണം. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഡീപ്പായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നത്. ദെൻ ഇതെല്ലാം തന്നെ നിങ്ങളുടെ NCERT പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വേറെ എക്സ്ട്രാ ഒന്നുമില്ല. അപ്പോൾ ആദ്യമേ നമുക്ക് ഫോർ ബ്രെയിനിൽ തുടങ്ങാം. ഫോർ ബ്രെയിനിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്നത് നമ്മൾ പറഞ്ഞു സെറിബ്രം ഉണ്ട്, തലാമസ് ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്. സെറിബ്രം ഉണ്ട്, തലാമസ് ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്. അതിൽ ആദ്യത്തെ പാർട്ടാണ് സെറിബ്രം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിലെ ഏറ്റവും വലിയ പാർട്ടാണ് സെറിബ്രം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ പാർട്ട് ഈ സെറിബ്രം ആണ് ആക്ച്വലി ഏരിയ ദാറ്റ് പ്രോസസ് തോട്ട്സ്, ജഡ്ജ്മെന്റ്, മെമ്മറി,
പ്രോബ്ലം സോൾവിങ്, ലാംഗ്വേജ്, ഇമാജിനേഷൻ എന്നൊക്കെ പറയുന്ന ഏതാണ്? ഈ പറയുന്ന സെറിബ്രമാണ്. ഒന്നാമത്തത് ലാർജസ്റ്റ് പാർട്ട്, ബ്രെയിനിന്റെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ടാണ്. പിന്നെ ഏരിയ ദാറ്റ് പ്രോസസ് ജഡ്ജ്മെന്റ്, മെമ്മറി, പ്രോബ്ലം സോൾവിങ് ആൻഡ് ലാംഗ്വേജ്, ഇമാജിനേഷൻ എല്ലാം തന്നെ എന്താണ്? ഈ പറയുന്ന നമ്മുടെ സെറിബ്രമാണ്. ഈ സെറിബ്രത്തിനെ രണ്ട് ഹാഫായിട്ട് തിരിച്ചിട്ടുണ്ട്. രണ്ട് ഹാഫായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ സെറിബ്രൽ ഹെമിസ്ഫിയർ എന്ന് പറയും. എന്ത് പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറിബ്രൽ ഹെമിസ്ഫിയർ എന്ന് പറയും. രണ്ട് ഹെമിസ്ഫിയർ ആയിട്ട്, റൈറ്റും ലെഫ്റ്റും, വേറൊന്നുമില്ല, റൈറ്റും ലെഫ്റ്റും, സെറിബ്രൽ ഹെമിസ്ഫിയർ. ഈ രണ്ട് സെറിബ്രൽ ഹെമിസ്ഫിയറിനെ കണക്ട് ചെയ്യുന്ന, ഈ രണ്ട് സെറിബ്രൽ ഹെമിസ്ഫിയറിനെ കണക്ട് ചെയ്യുന്ന നെർവ് ഫൈബറുകളെ, നെർവ് ഫൈബേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് കോർപ്പസ് കലോസം. രണ്ട് സെറിബ്രൽ ഹെമിസ്ഫിയറിനെ, അതിനകത്ത് നിങ്ങൾ കളർ വെച്ച് കാണാം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കോർപ്പസ് കലോസം, കോർപ്പസ് കലോസം, കോർപ്പസ് കലോസം എന്താണ്? രണ്ട് സെറിബ്രൽ ഹെമിസ്ഫിയറിനെ കണക്ട് ചെയ്യുന്ന നെർവ് ഫൈബേഴ്സിനെ പറയുന്ന പേരാണ് സെറിബ്രൽ കോർപ്പസ് കലോസം, കോർപ്പസ് കലോസം. ഇനിയിപ്പോ നമ്മൾ ഈ പറയുന്ന സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ കേസ് പറഞ്ഞല്ലോ. ഈ സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ കേസിൽ നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞില്ലേ, ഇതിലെ റൈറ്റ് സെറിബ്രൽ ഹെമിസ്ഫിയർ ആയിരിക്കും നമ്മുടെ ബോഡിയുടെ ലെഫ്റ്റ് ഭാഗത്തുള്ള ഫങ്ഷനുകൾ ചെയ്യുന്നത്. റൈറ്റ് സെറിബ്രൽ ഹെമിസ്ഫിയർ ആയിരിക്കും ബോഡിയുടെ ലെഫ്റ്റ് ഭാഗം കൺട്രോൾ ചെയ്യുന്നത്. ദെൻ ലെഫ്റ്റ് സെറിബ്രൽ ഹെമിസ്ഫിയർ റൈറ്റും, അത് നേരെ ഓപ്പോസിറ്റ് ആണ്. അത് ജസ്റ്റ് കൂട്ടത്തിലൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, കൂട്ടത്തിൽ ഓർത്ത് വെക്കുക. ഇനി പറയുന്ന സെറിബ്രൽ ഹെമിസ്ഫിയറിനെ കവർ ചെയ്യുന്ന ലെയർ അല്ലെങ്കിൽ സെൽസിനെ നമ്മൾ പറയുന്ന പേരാണ് സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറയും. സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറയും. സെറിബ്രൽ കോർട്ടക്സ്, സെറിബ്രൽ കോർട്ടക്സ് ഉണ്ട്, സെറിബെൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സെറിബ്രൽ കോർട്ടക്സ്, ഈ സെറിബ്രൽ കോർട്ടക്സ്, അതിനകത്ത് ന്യൂറോൺ സെല്ലുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ന്യൂറോൺ സെല്ലുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഏകദേശം ഗ്രേ കളറാണ്, ഏകദേശം ഗ്രേ കളറാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഗ്രേ മാറ്റർ എന്നും പറയാറുണ്ട്. എന്തു പറയും? ഗ്രേ മാറ്റർ എന്നും പറയും, ഗ്രേ മാറ്റർ എന്ന് പറയും. ഇതുപോലെ തന്നെ എന്താ പറയുന്ന വൈറ്റ് മാറ്ററും ഉണ്ട്, വൈറ്റ് മാറ്ററും ഉണ്ട്. ഓക്കെ. ദെൻ ഈ പറയുന്ന സെറിബ്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചുളിവുകളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമല്ലേ? ചുളിവുകൾ ഇങ്ങനെ മടക്കി മടക്കി വെച്ചിരിക്കുന്ന പോലെ കാണുന്നത്. അപ്പൊ ഇതിനകത്ത് ഇഷ്ടംപോലെ ഗ്രൂവ്സ് കാണും, എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴി കുഴി പോലത്തെ പോഷൻ കാണും. ഇതിനകത്തിനെ ഈ ഇതിൽ ഈ ഗ്രൂവ്സ്, അതായത് ഈ കുഴി കുഴി പോലത്തെ പോർഷൻസ് ആഴം കൂടിയതുണ്ടാവും, ആഴം കുറഞ്ഞതുണ്ടാവും. ഇതിന്റെ ആഴം കൂടിയതിനെ പറയുന്ന പേരാണ് ഫിഷേഴ്സ് എന്ന് പറയും. ഇതിൽ ആഴം കുറഞ്ഞ ഈ പറയുന്ന ഗ്രൂവ്സിനെ പറയുന്ന പേരാണ് സൽക്കി എന്ന് പറയും. അപ്പോൾ ഈ പറയുന്ന ഗ്രൂവ്സ് അല്ലെങ്കിൽ സൽക്കിയാണ് നമ്മുടെ ഈ സെറിബ്രത്തിനെ ഉണ്ടല്ലോ, എന്താ പറയാ, ലോബ്സ് ആയിട്ട് തിരിക്കും. ഓക്കെ. ഈ പറയുന്ന ഗ്രൂവ്സ്, ഈ ഗ്രൂവ്സ് എന്ത് ചെയ്യും? സെറിബ്രത്തിനെ അതൊന്നെങ്കിൽ ചിലപ്പോൾ സൽക്കസ് ആവും. സൽക്കസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഫിഷേഴ്സും സൽക്കസൊക്കെ എഴുതിയിരിക്കുന്നത് ഈ പറയുന്ന ഗ്രൂവ്സ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ സെറിബ്രത്തിനെ എന്തായിട്ട് തിരിക്കും? ലോബുകളായിട്ട് തിരിക്കും. അങ്ങനെ മൊത്തം 4 ലോബുകളാണ്. ഒന്ന് ഫ്രണ്ടൽ ലോബ്, പാരിയന്റൽ ലോബ്, ഒസിപിറ്റൽ ലോബ്, ടെമ്പോറൽ ലോബ്. 4 ലോബ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഫ്രണ്ടൽ ലോബ് 4 ലോബ്സ് ആയിട്ട് തിരിക്കും. ഫ്രണ്ടൽ ലോബ്, പാരിയന്റൽ ലോബ്, ഒസിപിറ്റൽ ലോബ്, ടെമ്പോറൽ ലോബ്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഇങ്ങനെ പഠിക്കരുത്. പകരം ആദ്യത്തേനെ നിങ്ങൾ മോട്ടോർ ലോബ് എന്ന് പഠിക്കണം, അല്ലെങ്കിൽ മോട്ടോർ കോർട്ടക്സ് എന്ന് പഠിക്കണം. മോട്ടോർ കോർട്ടക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടൽ ലോബാണ് നമ്മുടെ മോട്ടോർ ഫങ്ഷൻസ്, സ്പീച്ച്, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഏതാണ്? ഈ പറയുന്ന ഫ്രണ്ടൽ ലോബാണ്. ഓക്കെ. അതായത് സെന്റർ ഫോർ റീസണിങ്, പ്ലാനിങ്, സ്പീച്ച്, മൂവ്മെന്റ്, ഇമോഷൻ, ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ആരാണ്? ഈ പറയുന്ന
മോട്ടോർ കോട്ടക്സ് അല്ലെങ്കിൽ ഫ്രണ്ടൽ ലോബാണ്. അതുകൊണ്ട് നമുക്ക് അതിന് എന്താ മോട്ടോർ കോട്ടക്സ് എന്ന് പറയാം. അടുത്ത പാരിയന്റൽ ലോബ്. പാരിയന്റൽ ലോബിനെ നമുക്ക് സെൻസറി കോട്ടക്സ് എന്ന് പറയാം. സെൻസറി കോട്ടക്സ് എന്ന് പറയുമ്പോഴത്തേക്കും സെൻസറി ഫങ്ഷൻസ് ഉണ്ടല്ലോ. സെൻസറി ഫങ്ഷൻസ്, അതായത് ചൂട് നമ്മൾ തിരിച്ചറിയുന്നു, തണുപ്പ് തിരിച്ചറിയുന്നു, പ്രഷർ തിരിച്ചറിയുന്നു, ഇതേപോലുള്ള ആം, ഇതേപോലുള്ള ഫങ്ഷൻസിന്റെ ഇൻപുട്ടുകൾ, അതായത് നമുക്ക് ഇത് ഇപ്പൊ നമുക്ക് ഒരു കാര്യം ഫീൽ ചെയ്യണമെങ്കിൽ അതിന്റെ സിഗ്നൽസ് ബ്രെയിനിലോട്ട് എത്തണം. അത് റിസീവ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്തൊക്കെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ പാരിയന്റൽ ലോബാണ് സെൻസറി ഇൻപുട്ട്, അതായത് സ്കിന്നിൽ നിന്നുള്ള സെൻസറി ഇൻപുട്ട് ഇൻടേക്ക് റിസീവ് ചെയ്യുന്ന ഏതാണ്? പാരിയന്റൽ ലോബാണ്. അതുകൊണ്ടാണ് നമുക്ക് ടച്ച്, പ്രഷർ, ടെമ്പറേച്ചർ, പെയിന് പോലുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന പാരിയന്റൽ ലോബ്. ഓക്കെ. അടുത്താണ് ഒസിപിറ്റൽ ലോബ്. ഒസിപിറ്റൽ ലോബ് എന്ന് പറയുമ്പോൾ തന്നെ ആ വേർഡിന്റെ മീനിങ് തന്നെ നമ്മൾ വിഷ്വലുമായിട്ട്, അതായത് ആം, നമ്മുടെ ഓക്കെ നമ്മുടെ വിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നുള്ള ഇൻപുട്ട് ഇതെല്ലാം സ്വീകരിക്കുന്ന എവിടെയാണ്? വിഷ്വൽ ലോബിലാണ്. അതുപോലെ തന്നെ വിഷനെ കൺട്രോൾ ചെയ്യുന്ന ഏതാണ്? ഒസിപിറ്റൽ ലോബാണ്. ഇനി അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വിഷ്വൽ കോർട്ടക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ഫ്രണ്ടൽ ലോബ് നമ്മൾ പറഞ്ഞു, പാരിയന്റൽ ലോബ് പറഞ്ഞു. ഇനി അടുത്താണ് ടെമ്പോറൽ ലോബ്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഓഡിറ്ററി കോർട്ടക്സ്. അപ്പൊ പേരിൽ നിന്ന് നിങ്ങൾക്ക് കണക്ട് ആയിട്ടുണ്ടാവും. നമ്മുടെ ഹിയറിങ് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്, ഹിയറിങ്, സ്മെല്ലിങ് പോലുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഏതാണ്? ഈ പറയുന്ന ടെമ്പോറൽ ലോബാണ്, അല്ലെങ്കിൽ ഓഡിറ്ററി കോർട്ടക്സ് ആണ്. ഇതാണ് നമ്മുടെ സെറിബ്രത്തിനെ പറ്റി പറയാനുള്ള. അപ്പൊ സെറിബ്രത്തിന്റെ ഫംഗ്ഷൻ നിങ്ങൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന സെൻസറി ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ വിഷ്വൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. നമ്മുടെ സെൻസറി ആക്ഷൻസ്, നമ്മുടെ ഹിയറിങ്, കാണുക, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഈ പറയുന്ന സെറിബ്രമാണ്. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനിയിപ്പോ സെറിബ്രം കഴിഞ്ഞിട്ട് അതിൽ വരുന്ന ഒരു പാർട്ടാണ് തലാമസ്. കണ്ടല്ലോ, തലാമസ്. ഓക്കെ. ദെൻ തലാമസിന്റെ തൊട്ട് താഴെയായിട്ട് ഹൈപ്പോതലാമസ് ഉണ്ട്. ഈ ഹൈപ്പോതലാമസ് ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ്. ഓക്കെ. ഈ ഹൈപ്പോ എന്ന വേർഡിന്റെ മീനിങ് തന്നെ താഴെ എന്നൊരു മീനിങ്ങാണ്, ഡൗൺ എന്നൊരു മീനിങ്ങാണ്. അപ്പോൾ തലാമസിന്റെ താഴെ നിന്നുണ്ട് ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസ് ആണ് ആ, നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നിയന്ത്രിക്കുന്നത്. ഇതിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കാണാൻ പറ്റും. അപ്പോൾ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ആരാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതിന്റെ മാസ്റ്റർ എന്നറിയപ്പെടുന്ന ഏതാണ്? ഈ പറയുന്ന ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ. അപ്പോൾ ഈ ഹൈപ്പോതലാമസ് കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ, ഹൈപ്പോ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹൈപ്പർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന പുള്ളിയാന്ന് വിചാരിച്ചാൽ മതി. ഹൈപ്പർ ആയിട്ടുള്ള, അതായത് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നു. അതായത് ഹൈപ്പർ ആയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ചൂടൊക്കെ ആണെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഹൈപ്പറായിട്ട് തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അത് ഓർക്കുക. അപ്പൊ ഡ്രിങ്കിങ്, തേഴ്സ്റ്റ്, ദെൻ ഹങ്കർ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഈ പറയുന്ന ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ്, ഹൈപ്പർ ആയി കഴിഞ്ഞാൽ ഇമോഷൻസ് കയ്യിൽ നിന്ന് പോകും അല്ലേ? ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഈ പറയുന്ന ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഈ പറയുന്ന ഹൈപ്പോതലാമസ് ആണ്. അതായത് റെഗുലേറ്റ് ടെമ്പറേച്ചർ, റെഗുലേറ്റ് വാട്ടർ ബാലൻസ് ആൻഡ് തേഴ്സ്റ്റ്, കൺട്രോൾസ് എൻഡോക്രൈൻ സിസ്റ്റം, കൺട്രോൾസ് ഇമോഷൻസ്, ഇതെല്ലാം ചെയ്യുന്ന ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ഇനി മിഡ് ബ്രെയിനെ നമ്മൾ അങ്ങനെ കാര്യമായിട്ട് ഓർക്കാനില്ല. മിഡ് ബ്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രെയിനിനെയും ഹിൻഡ് ബ്രെയിനിന്റെയും ഇടയിൽ വരുന്ന പോർഷൻ. അതിൽ ഓർത്ത് വെക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓക്കെ, നമ്മൾ ഇപ്പോൾ റീൽസിലൊക്കെ കുറെ കണ്ടിട്ടുണ്ടാവും അക്വാഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കനാലിനകത്ത് ഇങ്ങനെ കുറെ വെള്ളം ഒഴുകുന്ന സെറ്റപ്പ് കണ്ടിട്ടുണ്ടല്ലോ, അക്വാഡക്റ്റ്. അതുപോലെ തന്നെ ഈ പറയുന്ന മിഡ് ബ്രെയിനിലൊരു
കനാൽ സിസ്റ്റം ഉണ്ട്. അതിന്റെ പേര് മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒരു കനാലുണ്ട്, ആ കനാലിന്റെ പേരാണ് സെറിബ്രൽ അക്വാഡക്റ്റ്. സെറിബ്രൽ അക്വാഡക്റ്റ്, ഇത് ഈ കാണുന്നത് കണ്ട, സെറിബ്രൽ അക്വാഡക്റ്റ്, ഇത് ഈ പോയിരിക്കുന്നത്, ഇത് മിഡ് ബ്രെയിനിലാണ് മെയിൻ ആയിട്ട് വരുന്നത്. സെറിബ്രൽ അക്വാഡക്റ്റ്, അക്വാഡക്റ്റ്. ഓക്കെ, ഇതാണ് ഓർത്ത് വെക്കേണ്ടത്, മിഡ് ബ്രെയിനിൽ പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഹിൻഡ് ബ്രെയിൻ. ഹിൻഡ് ബ്രെയിനിൽ 3 കാര്യമാണുള്ളത്. പോൺസ് ഉണ്ട്, സെറിബെല്ലം ഉണ്ട്, മെഡുല ഉണ്ട്. പോൺസ് ഉണ്ട്, സെറിബെല്ലം ഉണ്ട്, മെഡുല ഉണ്ട്. ഓക്കെ, പോൺസ് ഈ സെറിബെല്ലത്തിനും സെറിബ്രത്തിനും അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ബ്രെയിനിനും ഇടയിൽ കാണപ്പെടുന്ന പോർഷനാണ് പോൺസ്. ഈ പോൺസ് എന്ത് ചെയ്യുന്നു? സെറിബെല്ലത്തിനെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്നു. അത് മാത്രം ഓർത്ത് വെക്കുക. നമുക്ക് ബാക്കി വരുന്ന 2 ആൾക്കാരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പക്ഷെ ഇതെല്ലാം ബ്രെയിനിന്റെ പാർട്ടാണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിട്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിക്ക് ചോദിക്കാറുണ്ട്, ബ്രെയിനിന്റെ പാർട്ട് അല്ലാത്തത് ഏത്, ബ്രെയിനിന്റെ പാർട്ട് ആയിട്ടുള്ളത് ഏത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ പോൺസിന്റെ കേസിൽ വേറെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് കണ്ടെയ്ൻ ന്യൂക്ലിയൈ ദാറ്റ് ഡീൽസ് വിത്ത് ദ റെസ്പിറേഷൻ, സ്വാലോയിങ്, ബ്ലാഡർ കൺട്രോൾ, ഹിയറിംഗ്, ഇക്വിലിബ്രിയം, eyeball movement, facial expression. It contains nuclei that deals with the respiration, swallowing, bladder control, hearing, equilibrium, eyeball movement, facial expression. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തത് സെറിബെല്ലം. സെറിബെല്ലം ഇമ്പോർട്ടൻ്റ് ആണ്. സെറിബെല്ലം ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള കാരണം, നമ്മുടെ സെറിബ്രം കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ബ്രെയിൻ്റെ പാർട്ടാണ് സെറിബെല്ലം. സെറിബെല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ബ്രെയിൻ്റെ പാർട്ടാണ് സെറിബെല്ലം. ഓക്കെ, ബെല്ലം ബാലൻസ്, ബെല്ല് ബാലെന്ന് പഠിക്കുക, ബെല്ല് ബാലെന്ന് പഠിക്കുക. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ബാലൻസ് അല്ലെങ്കിൽ ബാലൻസിങ് ഫംഗ്ഷനൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? ഈ പറയുന്ന സെറിബെല്ലമാണ്. വേറെ പ്രത്യേകത എന്താണ്? സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ്, സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ്. ഓക്കെ, നമ്മുടെ ബോഡിയിലെ വോളണ്ടറി ബോഡി മൂവ്മെന്റ് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? ഈ പറയുന്ന സെറിബെല്ലമാണ്. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം, ബാലൻസ്, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? സെറിബെല്ലമാണ്. ഓക്കെ, അപ്പോൾ ദെൻ സ്കെൽട്ടൽ സിസ്റ്റത്തിന്റെ കോൺട്രാക്ഷൻ കോർഡിനേറ്റ് ചെയ്യുന്ന ആരാണ്? സെറിബെല്ലം. ഇതൊക്കെയാണ് സെറിബെല്ലത്തിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്, സെറിബെല്ലത്തിനെ പറ്റി പഠിക്കാനുള്ളത്. ഓക്കെ, സെറിബെല്ലം. ഇനി അടുത്ത ഏറ്റവും അവസാനം വരുന്ന പോർഷനാണ് മെഡുല. മെഡുല, നിങ്ങൾക്ക് ആ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം, മെഡുല. മെഡുല ഇനി, അല്ലെങ്കിൽ നമ്മൾ മെഡുല ഒബ്ലാങ്കട്ട എന്ന് പറയും അല്ലേ, മെഡുല ഒബ്ലാങ്കട്ട. അതായത് നമ്മുടെ ബോഡിയിൽ ഇൻവോളണ്ടറി, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറെ എന്താ പറയുന്ന മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ നിയന്ത്രിക്കുന്ന ആരാണ്? മെഡുല ഒബ്ലാങ്കട്ടയാണ്. അതായത് ഹേർട്ട് റേറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് ഇൻവോളണ്ടറി ആണ് അല്ലേ. അപ്പോൾ ഹേർട്ട് റേറ്റ് റെഗുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബ്രീത്തിങ്ങിന്റെ ഒരു ഋതം ഉണ്ട്, ആ ഋതം മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ അതും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതാരാ ചെയ്യുന്നത്? ഈ പറയുന്ന മെഡുലയാണ് ചെയ്യുന്നത്. ഹേർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്യും. അത് ചില സമയത്ത് നമ്മൾ ഓടിയൊക്കെ കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കഥയ്ക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഹേർട്ട് ബീറ്റ് വരും, പിന്നീട് അത് നോർമലിലോട്ട് മാറും. ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാ? മെഡുല ഒബ്ലാങ്കട്ടയാണ്. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യും. ദെൻ നമ്മുടെ ബ്രീത്തിങ്ങിന്റെ ഋതം കൺട്രോൾ ചെയ്യും. അതിനുശേഷം വൊമിറ്റിങ്, അത് നമ്മുടെ കയ്യിലിരിക്കുന്നതല്ല, പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ വൊമിറ്റിംഗ് ഒക്കെ വരാറുണ്ട്. ദെൻ സ്വാലോയിങ്, ദെൻ സ്നീസിങ്, കഫ്, ഇതൊക്കെ നിയന്ത്രിക്കുന്ന പോർഷൻ ഏതാ? മെഡുലയാണ്. അപ്പൊ മെഡുലയ്ക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ ആൾക്ക് സ്പോട്ട് ഡെത്ത് എന്നൊക്കെ പറയുന്ന കാരണം ഈ എല്ലാ ഇൻവോളണ്ടറി ആയിട്ടുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന മെഡുലയാണ്. അതാണ് മെയിൻ കാര്യം. ദെൻ മെഡുലയുടെ പൊസിഷൻ നിങ്ങൾക്ക് ഈ പറയുന്ന ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഈ പറയുന്ന ബ്രെയിനിനെ ചെറിയ രീതിക്ക് ഒന്ന് ബ്രീഫ് ചെയ്ത് കഴിഞ്ഞാൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാം ഒന്ന് നോക്കി വെക്കുക. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക, നോക്കുക. അപ്പോൾ അതായിരിക്കും ഏറ്റവും ബെറ്റർ.
നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഫോർ ബ്രെയിനിൽ ഏത് പാട്ടൊക്കെയാണ് വരുന്നത്, മിഡ് ബ്രെയിനിൽ ഏത് പാട്ടൊക്കെയാണ് വരുന്നത്, മെഡുല ഏതിൻ്റെ പാട്ടാണ്, അങ്ങനെയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അത് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. The sensation of feeling full is because center associated with hunger, which is in separate part of dash SSC-CHSL 2022-23 സംതിങ്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. സെൻസേഷൻ ഓഫ് ഫീലിംഗ് ഫുൾ ഈസ് ബിക്കോസ് ഓഫ് സെൻറ്റർ അസോസിയേറ്റഡ് വിത്ത് ഹങ്കർ വിച്ച് ഈസ് സെപ്പറേറ്റ് പാർട്ട് ഓഫ് ഡാഷ്. അതായത് ഈ പറയുന്ന നമ്മുടെ ഹങ്കർ അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബോഡി പാർട്ട് ഏത് ഫോർ ബ്രെയിനിലാണോ, മിഡ് ബ്രെയിനിലാണോ, ഹിൻ ബ്രെയിനിലാണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിലാണ് വരുന്നത്? നമ്മൾ പഠിച്ച അനുസരിച്ച് തേഴ്സ്റ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ, ഈറ്റിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഏതായിരുന്നു? ഫോർ ബ്രെയിനിലായിരുന്നു. ഫോർ ബ്രെയിൻ. അപ്പോൾ ഫോർ ബ്രെയിൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഓഫ് ബ്രെയിൻ കൺട്രോൾ ഇമോഷണൽ റിയാക്ഷൻസ് ഇൻ അവർ ബോഡി? ഓക്കെ, നമ്മൾ പറഞ്ഞു ഹൈപ്പർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലേ, ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് പഠിച്ചപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ. ഓക്കെ, ദെൻ ഈറ്റിംഗ്, തേഴ്സ്റ്റ്, വാട്ടർ ബാലൻസ്. ദെൻ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞാണ് ഇമോഷൻസ്, ഹൈപ്പോതലാമസ് അല്ലേ, ഹൈപ്പോതലാമസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എ പാർട്ട് ഓഫ് ബ്രെയിൻ? നോട്ട് എ പാർട്ട് ഓഫ് ബ്രെയിൻ. SSC-CHS 2020. തലാമസ് പാർട്ടാണ്, മെഡുല പാർട്ടാണ്, പോൺസ് പാർട്ടാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് അറിഞ്ഞിരിക്കണമെങ്കിൽ, ഇതിന് ആൻസർ അറിഞ്ഞിരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ പിന്നെ ഏതിൻ്റെ പാർട്ടാന്ന് അറിയണം, അല്ലെങ്കിൽ ബാക്കിയുള്ളത് ബ്രെയിൻ്റെ പാർട്ടാന്ന് അറിയണം. അതാണ് നമുക്കത് കളയാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റം ഇൻ ഹ്യൂമൻ ബോഡി? ഓക്കെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബ്ലഡ് ഇൻക്ലൂഡഡ് അല്ല, ബ്രെയിൻ ഇൻക്ലൂഡഡ് ആണ്, സ്പൈനൽ കോഡ് ഇൻക്ലൂഡഡ് ആണ്. സോ ബോത്ത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. നിങ്ങളുടെ ആൻസർ വരുന്നത് ഡി ആയിരിക്കും. മോട്ടോർ സ്കിൽസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ പാർട്ട് ഓഫ് ദ ബ്രെയിൻ? SSC-CHSL CGL 2016 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു 4 ലോബുണ്ട്: ഫ്രണ്ടൽ ലോബ്, പാനിയന്റൽ ലോബ്, ടെമ്പോറൽ ലോബ്, ഒസിപ്പിറ്റൽ ലോബ്. ഇതിപ്പോൾ ഒന്നും അറിയാൻ മേലാത്തവരാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യും. കാരണം ഇത് ഒന്നാമത്തെ ടൈറ്റ് എന്താ പറയുന്ന ഓപ്ഷൻസ് ആണ്. 4 ഓപ്ഷനും ആ 4 ലോബുകളെ പറ്റിയുള്ള. ദെൻ ഇതിന്റെ കാര്യം പറഞ്ഞാലേ നമുക്ക് ഇതിന്റെ ആൻസർ പറയാൻ പറ്റും. ഏതാണ്? ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു ഫ്രണ്ടൽ ലോബ് ഏതായിരുന്നു? മോട്ടോർ ഫങ്ഷൻസ്. ദെൻ പാരിയന്റൽ ലോബ് സെൻസറി, ഒസിപിറ്റല് വിഷൻ, ടെമ്പോറൽ ഓഡിറ്ററി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ? SSC-CHSL. ഏതാണ് ലാർജസ്റ്റ് പാർട്ട്? സെറിബ്രമാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു. Which part of brain is responsible for the triggering of action like thinking, intelligence, memory, ability to learn? അതാണ് ഏതാണ്? സെറിബ്രമാണ്. സെറിബ്രമാണ്. നമ്മൾ സെറിബ്രത്തിന്റെ ഫങ്ഷൻ പറഞ്ഞപ്പോൾ തന്നെ അത് പറഞ്ഞിട്ട് തുടങ്ങിയ ഏരിയ ദാറ്റ് പ്രോസസ് തോട്ട്സ്, ജഡ്ജ്മെന്റ്, മെമ്മറി, പ്രോബ്ലം സോൾവിങ് ആൻഡ് ലാംഗ്വേജ്, മെയിൻ ഇമാജിനേഷൻ. ഇതെല്ലാം ഏതാണ്? സെറിബ്രമാണ്. വലിയ പാർട്ടല്ലേ, അപ്പോൾ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടെന്ന് ഓർത്താൽ മതി. ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് ബ്രെയിൻ ദാറ്റ് കൺട്രോൾ മെയിൻറ്റെയിൻസ് പോസ്ചർ, ബാലൻസ് ആൻഡ് ഇക്വിലിബ്രിയം. ബാലൻസിനെ ഞാൻ ഓൾറെഡി പറഞ്ഞു. ബാലൻസ് പറയുമ്പോൾ എന്ത് കണക്ട് ചെയ്യണം? സെറിബെല്ലം. SSC-CGL 2019. ഓക്കെ, അതാണ് നമുക്ക് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ ഇപ്പോൾ SSC-യിൽ ഇൻക്ലൂഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് നിങ്ങൾ പഠിക്കുക, റിവൈസ് ചെയ്യുക.
ഓക്കെ, യൂസ്ഫുൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക.